വിഷയം ഇന്ന് ദുആ, പ്രാർത്ഥന. അതാണ് വിശ്വാസിയുടെ കരുത്ത് എന്നതാണ്. നമ്മുടെ ഏറ്റവും വലിയൊരു സമാധാനവും റാഹത്തും കരുത്തും വലിയൊരു ധൈര്യവും പ്രാർത്ഥന തന്നെയാണ്. പ്രാർത്ഥന ഉള്ളത് കൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ ഇടക്കിടക്ക് ഞാനും നിങ്ങളും അല്ലാ എന്ന് വിളിച്ച് ദ്വാരക്കുന്നത് കൊണ്ടാണ് മേലായ റബ്ബ് നമ്മളിവിടെ ബാക്കി വെച്ചത്. പരിശുദ്ധ ഖുർആൻ തന്നെ വളരെ കൃത്യമായി പറഞ്ഞല്ലോ, നിങ്ങളെങ്ങാനും എന്നോട് ദ്വാരക്കുന്നില്ലായിരുന്നുവെങ്കിൽ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവക്കാർ ആയിരുന്നില്ല എങ്കിൽ, നിങ്ങൾ ഇടക്കിടക്ക് പടച്ചോനെ എന്നെ വിളിക്കുന്ന ഒരു അവസ്ഥ നിങ്ങൾക്കില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങളെ തീരെ മൈൻഡ് ചെയ്യില്ലായിരുന്നു. നിങ്ങൾ ദുആ എങ്ങാനും ഇല്ലായിരുന്നുവെങ്കിൽ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവക്കാരായിരുന്നില്ല എങ്കിൽ നിങ്ങളെ ഞാൻ തീരെ മൈൻഡ് ചെയ്യില്ലായിരുന്നു, നിങ്ങളെ ഞാൻ തീരെ പരിഗണിക്കില്ലായിരുന്നു. നിങ്ങളെയെല്ലാം കൊണ്ട് ഞാൻ പരിഗണിക്കുന്നത്, നിങ്ങൾ വേണ്ടതുപോലെ ശ്രദ്ധിക്കുന്നത്, നിങ്ങളെ കാര്യങ്ങളൊക്കെ മട്ടം പോലെ നിർവഹിച്ചു തരുന്നത്, നിങ്ങളറിയാതെ നിങ്ങൾക്കെല്ലാം വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി തരുന്നത്, നിങ്ങൾ ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും ചെയ്യുന്നവരായിട്ട് പോലും ഞാനത് കണ്ണടക്കുന്നത് നിങ്ങൾ എന്നോട് ഇടക്കിടക്ക് ദ്വാരക്കുന്നത് കൊണ്ടാണെന്ന് പഠിച്ച തമ്പുരാൻ ഞങ്ങളോട് പറയുക. അപ്പൊ ദുആയാണ് ഞങ്ങളെ കരുത്ത്, ദുആയാണ് ഞങ്ങളെ എല്ലാമായ ധൈര്യം, ദുആയാണ് ഞങ്ങളെ പ്രതിരോധ ശക്തി. മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ. മുഅ്മിനിന്റെ പ്രാർത്ഥനയാണ്, ദുആയാണ് മുഅ്മിനായ മനുഷ്യന്റെ ആയുധം, വേറൊന്നുമല്ല. റൈഫിളോ അതല്ലെങ്കിൽ ചാട്ടുളിയോ തലവാറോ വേറൊന്നുമല്ല. നമ്മളെല്ലാം കൊണ്ടുള്ള പ്രതിരോധ ശക്തി, ശത്രുവിനെതിരെ, നമുക്കെതിരെ വരുന്ന ഏത് ദുഷ്ടശക്തികൾക്കെതിരെ, ഞങ്ങളെ പ്രയാസങ്ങൾ, വിഷമങ്ങൾ, ബേജാറുകൾക്കെതിരെ നമുക്ക് ഈ ഏക ആശ്വാസം, ഏക ധൈര്യം, ഏക സമാധാനം ദുആയാണ്. ദുആ ഉള്ള കാലത്തോളം പേടിക്കണ്ട, ദുആ ഉള്ള കാലത്തോളം ബേജാറാവണ്ട. ദുആ എന്നാണോ ഞങ്ങളിൽ നിന്ന് ഇല്ലാണ്ടായത്, എന്നാണോ അള്ളാഹുവിലേക്ക് കൈനീട്ടാനുള്ള അവസരം നമുക്ക് നഷ്ടപ്പെട്ടത്, എന്നാണോ ഞങ്ങളെ വായിൽ ആമീൻ എന്ന വാക്ക് വരാതെ പോകുന്നത്, അന്ന് ഉറപ്പിച്ചോളൂ, മേലായ റബ്ബിന്റെ റഹ്മത്തും ബർക്കത്തും നമ്മളിൽ നിന്ന് തടയപ്പെട്ടു എന്ന്. അള്ളാഹുവിന്റെ റഹ്മത്ത് ഞങ്ങളിൽ നിന്ന് എടുത്തു കളയുന്നത്, അള്ളാഹുവിന്റെ സലാമത്ത് ഞങ്ങളിൽ നിന്ന് നീക്കം ചെയ്യുന്നത്, അള്ളാഹുവിന്റെ തിരുനോട്ടം ഞങ്ങളിൽ നിന്ന് എടുത്തു കളയുന്നത് ഞങ്ങൾ ദ്വാരക്കാതിരിക്കുമ്പോഴാണ്. ദുആ ഉള്ള കാലത്തോളം പേടിക്കണ്ട. ദ്വാരക്കാൻ, അല്ലാഹു തആല ഉത്തരം ചെയ്യാൻ, അള്ളാഹുവിന്റെ മുമ്പിൽ കൈനീട്ടാൻ വലിയ ഹോജറാജാവനാണൊന്നുമില്ല. എത്ര വലിയ പാപികളായാലും ദോഷികളായാലും അവർക്കൊക്കെ അള്ളാഹുവിനോട് ദ്വാരക്കാൻ, അവരുടെ ദ്വയാണ് അല്ലാഹുക്ക് ഏറെ ഇഷ്ടം. എത്ര വലിയ പാപികളായാലും ദോഷികളായാലും ആ ദുആക്ക് പറ്റിയ ഏറ്റവും നല്ല മാസം, ആ ദുആക്ക് എന്തായാലും ദുആരെന്ന ദുആക്ക് ഉത്തരം ചെയ്യപ്പെടുമെന്ന് പറയപ്പെട്ട മാസം, എല്ലാം കൊണ്ടും ഞങ്ങളെ പ്രാർത്ഥനകൾക്ക്, ദുആകൾക്ക് ഉത്തരം പ്രതീക്ഷിക്കാവുന്ന ഏറ്റവും നല്ല നാള് അത് പരിശുദ്ധമായ റമളാനാണ്. ഈ പുണ്യമേറിയ നാള്, പ്രത്യേകിച്ച് ഇതുപോലെയുള്ള മുഅ്മിനീങ്ങളുടെ മജ്ലിസാകുമ്പോ അവിടെ ഏതായാലും ദുആക്ക് ഇജാബത്തുണ്ട് എന്നതിൽ തർക്കമില്ല. അവിടെ ഏതായാലും അങ്ങനെയുള്ള മജ്ലിസുകളിൽ ദുആരക്കുമ്പോ ആ ദുആക്ക് ഏതായാലും ഉത്തരം കിട്ടുമെന്നതിൽ തർക്കമേ ഇല്ല. അതുകൊണ്ട് എപ്പോഴും ഞങ്ങൾ ദുആ ഉള്ളവരാകണം, ഏത് സമയത്തും അല്ലാഹുവിനോട് കാര്യങ്ങൾ പറയുന്നവരാകണം, എപ്പോഴും ആമീൻ നല്ല നിലക്ക് പറയുന്നവരാകണം, മനസ്സറിഞ്ഞ് റബ്ബിലേക്ക് കൈനീട്ടുന്നവരാകണം, കണ്ണുനീർ വാർത്ത കരയുന്നവരാകണം, കൽബറിഞ്ഞ് അല്ലാഹുവിനോട് എല്ലാം തേടുന്നവരാകണം. അല്ലാഹു കാത്തിരിക്കുകയാണ്. ചോദിക്കുന്ന മനുഷ്യരെ, ദുആരക്കുന്ന ആൾക്കാരെ, ആണാവട്ടെ പെണ്ണാവട്ടെ, അവരെ അല്ലാഹുക്ക് വലിയ ഇഷ്ടമാണ്. അല്ലാഹുക്ക് ഏറ്റവും വലിയ ഇഷ്ടം ദുആരക്കുന്ന ജനങ്ങളോടാണ്. ഞമ്മക്കാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടക്കേടും ചോദിക്കുന്ന മനുഷ്യന്മാരോട് അല്ലേ. ഞങ്ങൾക്ക് നല്ലോണം അരസം വരുന്നാരില്ലേ, പിന്നെയും കേൾക്കുന്നുണ്ട്. ഒരിക്കൽ കേട്ടെങ്കിൽ ഞമ്മ ഉണ്ടാണ്ടിരിക്കും, പിന്നെ ഒരിക്കൽ കേട്ടുന്നുണ്ടെങ്കിൽ പിന്നെ കേൾക്കുന്നു, എനിക്ക് ഞാൻ തന്നെ ഉള്ള വേറെ ആരും ഇല്ല ഇവിടെ കേൾക്കാൻ. ഇനി മൂന്നാമതും കൂടി വന്നെങ്കിൽ ചെല്ലും, ഈടെ ആളെ ഇല്ല, കാലി വന്ന് പോയിക്കോളി അല്ലേ. എന്നാ അള്ളാഹു അങ്ങനല്ല. അവന്റെ വാതിൽ മുട്ടും തോറും അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ്. അള്ളാഹുവിനോട് ചോദിക്കും തോറും അള്ളാഹുവിന് വലിയ റാഹത്താണ്. അവനോട് ദുആരക്കുന്നവർ അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളോട് പറഞ്ഞു, മാത്രമല്ല നബി തങ്ങളുടെ സ്വഭാവം കൂടിയായിരുന്നു എല്ലാ കാര്യങ്ങളും അല്ലാഹുവിനോട് ആവർത്തിച്ചു ചോദിക്കുക എന്നത്.
ഏറ്റവും ചുരുങ്ങിയത് 3 വട്ടമെങ്കിലും ഒരു സംഗതി നിബിധങ്ങളോ അള്ളാഹുവിനോട് ചോദിക്കും. ഒരു കാര്യത്തെ 3 വട്ടമെങ്കിലും അള്ളാഹു താലയോട് ആവർത്തിച്ച് ചോദിക്കും. കാരണം അള്ളാഹു അത് വലിയ ഇഷ്ടമാണ്. അള്ളാഹു താല പറഞ്ഞ കാര്യമല്ലേ, ഞങ്ങളോട് ഏറ്റെടുത്ത വാഗ്ദാനമല്ലേ. നിങ്ങൾ എന്നോട് തേടിക്കോളൂ, ദുആരന്നോളൂ, എന്റെ മുമ്പിലേക്ക് വന്ന് കൈ നീട്ടിക്കോളൂ, എന്റെ വാതിൽ മുട്ടിക്കോളൂ, ഞാൻ നിങ്ങളെ വെറുതെ ആക്കില്ല, ഞാൻ നിങ്ങളെ മുമ്പിൽ വാതിൽ കൊട്ടിയടക്കില്ല, നിങ്ങൾ നീട്ടിയ കൈകൾ ഞാൻ കാണാതിരിക്കില്ല, നിങ്ങളെ ദുആ ഞാൻ തള്ളിക്കളയില്ല. നേരത്തെ ബഹുമാനപ്പെട്ട മജീദ് അലി ഉസ്താദ് ഇവിടെ പറഞ്ഞുവല്ല, ഏതൊരു മനുഷ്യന്റെ ദുആക്കും, ആണാവട്ടെ പെണ്ണാവട്ടെ പാപിയാവട്ടെ നല്ലവനാവട്ടെ, ഏതൊരാൾ ദുആരെന്നാലും ആ ദുആക്ക് 3-ൽ 1 കാര്യം കൊണ്ട് അല്ലാഹു തആല ഉത്തരം ചെയ്യാതിരിക്കില്ല. എന്റെ ദുആക്ക് അല്ലാഹു തആല ഉത്തരം ചെയ്യുന്നില്ല എന്ന് ഒരിക്കലും ഞങ്ങൾ പറയരുത്. അങ്ങനെയുള്ള നിരാശ ചിന്താഗതി ഉണ്ടാകരുത്. അല്ലാഹുവിന്റെ വിശാലമായ റഹ്മത്തിനെ കുറിച്ച്, അവന്റെ വിശാലമായ എല്ലാ കാരുണ്യത്തെ കുറിച്ച് ഞാനും നിങ്ങളും ഒരിക്കലും ആശമുറിഞ്ഞു പോകരുത്. എന്നെ റബ്ബ് മൈൻഡ് ചെയ്യുന്നില്ല, ഞാൻ എത്ര ദുആരെന്നിട്ടും അല്ലാഹു കേൾക്കുന്നില്ല, എന്റെ ദുആക്ക് അല്ലാഹു ഉത്തരം ചെയ്യുന്നില്ല, അതുകൊണ്ട് ഞാൻ ദുആരക്കുന്നില്ല എന്ന് ഒരിക്കലും ഞങ്ങൾ തീരുമാനിക്കരുത്. കാരണം ഞാനും നിങ്ങളും ഒരിക്കലും അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് ആശമുറിഞ്ഞു പോകാനേ പാടില്ല. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. ഇത് പറഞ്ഞതും പാപികളായ ജനങ്ങളോടാണ്. നല്ല മനുഷ്യന്മാർക്ക് ഏതായാലും ഒരു ധൈര്യം ഉണ്ടാവും, എന്റെ ദുആ അല്ലാഹു സ്വീകരിക്കും, കാരണം അവർ അല്ലാഹുക്ക് അടുത്തവരാണ്. പാപികളായ മനുഷ്യനിക്കാണ് ചെറിയൊരു ബേജാറ്, എന്റെ ദുആ അല്ലാഹു കേൾക്കോ, ഞാൻ ദുആരെന്നിട്ട് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവോ, എന്റെ ദുആ റബ്ബ് സ്വീകരിക്കോ എന്നുള്ളൊരു ബേജാറ്, ഒരു ആശങ്ക പാപികൾക്ക്, ദോഷികൾക്ക്. എന്നാൽ ആ പാപികളോടാണല്ലോ പറയുന്നത്, ലാ തഖ്നതു മിർ റഹ്മത്തില്ല, നിങ്ങൾ എന്റെ റഹ്മത്തിനെ തൊട്ട് ആശ മുറിയണ്ട, നിങ്ങൾ നിരാശരാവണ്ട, നിങ്ങൾ ഒരിക്കലും ബേജാറാവണ്ട, നിങ്ങളെ ദുആക്ക് ഞാൻ ഉത്തരം ചെയ്തിരിക്കും. എന്ത് ആവശ്യമുണ്ടെങ്കിലും കേട്ടോളൂ. മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവല്ലോ, ഫസ്അലില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനോട് തേടിക്കോളൂ, ദുആരന്നോളൂ, ഹത്തൽ മിൽഹി, ഉപ്പ് വരെ അല്ലാഹു കേട്ടോ. ഉപ്പ് ഒരു മനുഷ്യന്റെ ആവശ്യങ്ങളുടെ കൂട്ടത്തിൽ വളരെയധികം ആവശ്യമുള്ളതുമാണ്. അതേ സമയത്ത് ഏതൊരാൾ കേട്ടൊന്നും തരുന്നില്ല എന്ന് പറഞ്ഞിട്ട് എടുത്തു തരുന്നൊരു സംഗതിയുമാണ് ഉപ്പ്, ഇല്ലേ? അതുപോലും ഒരാളില്ല, ഒരാൾ കയ്യിലില്ല, അയാൾക്ക് ആവശ്യമുണ്ടെന്ന് കണ്ടെങ്കിൽ പടച്ചോനെ ഉപ്പ് താ അല്ലാ എന്ന് ചോദിക്കാൻ വരെ നിങ്ങൾ മടിക്കണ്ട. അതായത് എത്ര ചെറിയ കാര്യമായാലും, എത്ര സിമ്പിളായ വിഷയമായാലും, എത്ര നിസ്സാരമായ സംഗതിയായാലും അല്ലാഹുവിനോട് ചോദിക്കാൻ മടിക്കണ്ട. മേലായ റബ്ബിനോട് ചോദിക്കുന്ന കാര്യങ്ങൾ ഇന്ന തന്നെയായിരിക്കണം, ഇന്ന കോലത്തിലുള്ളതാവണം, ഇത്ര വലിപ്പത്തിലുള്ളതാവണം, ഇന്ന നാട്ടിലേക്കുള്ളതാവണം എന്നുള്ള കണ്ടീഷനൊന്നും മേലായ റബ്ബ് പറഞ്ഞിട്ടില്ല. മുസ്തഫ റസൂലുള്ള പറഞ്ഞു, അതേ നിങ്ങളെ ചെരുപ്പിന്റെ ബാറ് പൊട്ടിയാൽ പോലും നിങ്ങൾ അല്ലാഹുവിനോട് ദുആരന്നോളൂ. ആ ദുആരെന്നെങ്കിലാണല്ലോ എല്ലാ വഴികളും അല്ലാഹു തുറന്നു തരുന്നത്. ഇനിയിപ്പോ എന്റെ ഈ വിഷയം കേട്ടിട്ട് നാളെ ആരും ചെരുപ്പ് പൊട്ടിയെങ്കിൽ ഇനി അവിടെ തന്നെ വെച്ചിട്ട് പടച്ചോനെ പൊട്ടിയല്ല നീ നേരാക്കിറല്ലാറ്റ് ഇങ്ങനെ മീത്തൊക്കെ നോക്കിയിട്ട് നിൽക്കുമോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ആ പറഞ്ഞതിന്റെ അർത്ഥം തെറിഞ്ഞ അങ്ങനെ ദ്വാരക്കണം. ആ ദ്വാരക്കുമ്പോ അല്ലാഹു തആല അതിനുള്ള വഴി, സൊല്യൂഷൻ, അതിനുള്ള സൗകര്യം അല്ലാഹു ചെയ്തു തരും. അതാണ് ആരെ കാണാ ചെരുപ്പുത്തിയെ കാണല്, അല്ലെങ്കിൽ പുതിയത് മേങ്ങാനുള്ള ആവതുണ്ടാവല്, അല്ലെങ്കിൽ അതിനെ അപ്പന്നെ നമ്മളെ കൊണ്ട് തന്നെ അതിനെ ശരിയാക്കാനുള്ള കഴിവല്ല തരല്. ഇതെല്ലാം അതിന്റെ ഭാഗമാണ്. ഉപ്പ് വേണം കറിക്ക്, പിന്നെ ഉപ്പ് വേണോ, ഉപ്പ് വേണമെങ്കിലും അള്ളാഹിനോട് കേട്ടോളി എന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം അടുപ്പിൽ കറി വെച്ചിട്ട് മുളകും പുളിയും മുറിച്ചായിലും മീനെല്ലാം ഇട്ടിട്ട് ഉപ്പിടുന്ന നേരത്ത് കുപ്പിയിൽ കൈയിടുമ്പോ ഉപ്പില്ല. അപ്പൊ പടച്ചോനെ നീ ഉപ്പിട്ട അള്ളാൻ ചെല്ലും കൊന്നും സംഗതി അടക്കല്ല. പടച്ചോന് കയ്യാഞ്ഞിട്ടല്ല, എന്നാലും പടച്ചോനെ നീ അതിനുള്ള വഴി എളുപ്പമാക്ക് എന്ന് പറഞ്ഞാൽ അത് കിട്ടാനുള്ള വഴി അല്ല തുറന്നു തരും. ഒന്നെങ്കിലും വീടുന്ന വരി കിടാനെ കൊണ്ട് വിളിപ്പിക്കും, അല്ലെങ്കിൽ അപ്പുറത്ത് അമ്മാൻ്റെ വാങ്ങും. എന്തെങ്കിലും ഒരു രീതിയിൽ അതിനുള്ള വഴി അല്ല തരും. അതിപ്പോ ഏത് കാര്യത്തിനും അങ്ങനെ അല്ലാഹു തആലയല്ലേ സൗകര്യം ചെയ്യേണ്ടേ, അവനല്ലേ വഴി തുറക്കണ്ടേ, അവനാണല്ലോ അതിനുള്ള എല്ലാ ഏർപ്പാടുകളും ആവതും കഴിവും തരേണ്ടത്. അപ്പൊ എല്ലാം അള്ളാഹുവിനോട് ചോദിക്കുക. അള്ളാഹുവിനോട് ചോദിക്കാൻ പറ്റിയ നേരവും പറ്റിയ സമയവുമാണ് ഈ നാളും ഈ മജ്‌ലിസും. ഇങ്ങനെയുള്ള നേരത്തുള്ള ദുആക്ക് ഒരിക്കലും അല്ലാഹു ഉത്തരം ചെയ്യാതിരിക്കാൻ. ഞാൻ ആര് നിനക്കറിയാം, എന്റെ റബ്ബിനറിയാം. പക്ഷേ എല്ലാവരും ഒരുപോലെ അല്ലല്ലോ.
മുസ്തഫായ റസൂലുള്ള പറഞ്ഞു ഒരു ഹദീസില് 40 വിശ്വാസികൾ കൂടിയ സ്ഥലത്ത് ആണുങ്ങളാവട്ടെ പെണ്ണുങ്ങളാവട്ടെ 40 ജനങ്ങൾ കൂടിയ സ്ഥലത്ത് നിങ്ങൾ ദുആരക്കാതെ പോവല്ലേ. കാരണം അങ്ങനെയുള്ള മജ്ലിസുകളില് മുഅ്മിനീങ്ങളെ മജ്ലിസ് എന്ന് പറയുമ്പോൾ അതൊരു മുബാറക്കായ ബർക്കത്തുള്ള മജ്ലിസാണ്. ഇതുപോലെയുള്ള വിശ്വാസികളുടെ ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ച് കൂടിയിട്ടുള്ള നല്ലവരായ മുഅ്മിനീങ്ങളുള്ള ഈ മജ്ലിസ് ഇത് അല്ലാഹുവിന്റെ കണ്ണിൽ വലിയ ബർക്കത്തുള്ള മജ്ലിസാണ്, വലിയ ഇജാബത്തുള്ള മജ്ലിസാണ്. അല്ലാഹുവിന്റെ റഹ്മത്തും ബർക്കത്തും ധാരാളമായി ഓശാരമായി കണക്കും കയ്യുമില്ലാതെ ചൊരിക്കപ്പെടുന്ന മജ്ലിസാണ്. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലായികത്തീങ്ങളെ സംഗമ സ്ഥലമാണ്, അവരെ സാന്നിധ്യമുള്ള നേരമാണ്. അതുകൊണ്ട് തന്നെ മുസ്തഫായ റസൂലുള്ള പറഞ്ഞു 40ഓളം വിശ്വാസികൾ കൂടിയ സ്ഥലത്ത് നിങ്ങൾ ദുആരക്കാതെ പോവരുത്. അങ്ങനെയുള്ള സ്ഥലത്ത് ദുആരന്നു പോയാൽ വജബൽ ഇജാബ. അങ്ങനെയുള്ള മജ്ലിസുകളിൽ ദുആക്ക് ഉത്തരം ഉറപ്പാണ്. ഞങ്ങൾക്ക് പിന്നെ മജ്ലിസും കണക്ക് ഏത് ജാഗയും കണക്കന്നെ മുന്നേ ഞമ്മ തീർമാനിച്ചിട്ടായിന് ഞാനെന്ത് ദ്വാരക്കാന്, ഞാൻ ദ്വാരുന്നിട്ട് ഇപ്പൊ എന്ത് കാര്യോ, ഞാൻ ദ്വാരുന്ന ആളുടെ ഉത്തരം ചെയ്യോ എന്ന് മുന്നെ ഫിക്സ് ആക്കുകയും ചെയ്തിന്. ഞാനായിരുന്നു മാർക്കിടുകയും ചെയ്തിന്, നിരാശ എല്ലാം പെട്ടിട്ടായിന്. പിന്നെ ഇനി ഏത് മജ്ലിസ് കിട്ടിയിട്ട് എന്ത് കാര്യം? സത്യം പറഞ്ഞാൽ മുസ്തഫ നബി തങ്ങൾ പറഞ്ഞെന്തറിയോ, നിങ്ങൾ അല്ലാണ്ട് കേൾക്കുന്നെങ്കിൽ അതിൽ ഒന്നാമത്തെ ഒരു കണ്ടീഷൻ, ചില കണ്ടീഷനെല്ലാം ഉണ്ട്. ഞമ്മ കേട്ടപാട് മേലായ റബ്ബ്, കാരുണ്യവാനായ റബ്ബ് ഞങ്ങൾ കേട്ടത് അതേപോലെ ആരോഗ്യമാവട്ടെ, സമ്പത്താവട്ടെ, സന്തോഷമാകട്ടെ, മക്കളാവട്ടെ, ഈമാനാകട്ടെ, ഇസ്ലാമാകട്ടെ, ഹിദായത്താവട്ടെ, ഇൽമാവട്ടെ, ദുനിയാവാകട്ടെ, ആഖിറമാകട്ടെ, എന്ത് തന്നെയായാലും ആ ചോദിച്ചത് മേലായ റബ്ബ് ഉടനടി നമുക്ക് തരണമെങ്കിൽ ചില കണ്ടീഷൻ ഉണ്ട്. നല്ല തുറന്ന മനസ്സോടെ അല്ലാണ്ട് കേൾക്കണം, നല്ല പ്രതീക്ഷയോടെ. എന്റെ ദുആ അല്ല സ്വീകരിക്കാതിരിക്കല, എന്റെ ദുആ അല്ല കേൾക്കാതിരിക്കല, ഞാൻ കേട്ടത് എന്റെ റബ്ബ് തരാതിരിക്കല, എന്റെ റബ്ബല്ലാണ്ട് തരാൻ എനിക്ക് വേറൊരാളില്ല എന്നുള്ള ചിന്തയോടുകൂടിയാണ് ഞാൻ ആദ്യം ദുആരക്കുന്നത്. മുസ്തഫായ റസൂലുള്ളാഹി ഉറക്കിച്ചല്ലേ, മുസ്തഫായ റസൂലുള്ളാഹി ഹബീബുൽ വറ റസൂലുള്ളാഹി. നിങ്ങൾ അല്ലാഹുവിനോട് ദുആരക്കുമ്പോ ഒന്നാമതായും രണ്ടാമതായും നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും വലിയ കാര്യം എന്തറിയോ, നിങ്ങൾക്ക് ഉത്തരം കിട്ടും എന്നുള്ള വലിയൊരു ഉറച്ച വിശ്വാസം, ആ ഒരു ഉറച്ച ഒരു വിശ്വാസം, ആ ഒരു ദൃഢമായ വിശ്വാസം, ആ ഒരു നല്ല കരുത്തുള്ള ചിന്ത അത് നിങ്ങളെ കൽബില് വേണം. അല്ലാതെ പഠിച്ചോനെ കിട്ടിയാ കിട്ടി, ഇല്ലേ പോയി, പണ്ടാരോ പറഞ്ഞ മാതിരി കിട്ടിയ ചാക്ക് അല്ല ഒരു വാക്ക് പൊട്ട്, അങ്ങനെയല്ല. ആ ദുആരക്കുമ്പോ അതിന്റെ മട്ടം പോലെ ദുആ അല്ലാഹു സ്വീകരിക്കും. പിന്നെ സന്ദർഭവും സമയമെല്ലാം നോക്കണം. എല്ലാ സമയത്തുള്ള ദുആ ഒരുപോലെയല്ല, എല്ലാ സ്ഥലത്തും ഉള്ള ദുആ ഒരുപോലെയല്ല, എല്ലാ മാസത്തിലും ഉള്ള ദുആ ഒരുപോലെയല്ല, എല്ലാ സ്ഥലത്തും ഉള്ള ദുആ ഒരുപോലെയല്ല. നിസ്കാരത്തിന്റെ ശേഷം പെട്ടെന്ന് ദുആക്ക് ഇജാബത്തുണ്ട്. പാതിരാ നേരത്ത് എല്ലാവരും ഓടിപ്പൊതിച്ചു ഉറങ്ങുമ്പോ ഞാനും നിങ്ങളും അല്ലാഹുവിന്റെ മുമ്പിലേക്ക് കണ്ണു തുറന്ന് ഒന്ന് കയ്യും നീട്ടി ആ സമയത്തെങ്ങാനും അല്ലാഹു ദുആരന്നു പോയാൽ അതേ ആ ദുആക്ക് ഉത്തരം ഉറപ്പാണെന്ന് മുസ്തഫായ റസൂലുള്ളാഹ്. ഇപ്പൊ ഇതിന് പറ്റിയ സമയമാണ്. ഞാനും നിങ്ങളും അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ അത്താഴത്തിന് ഉണരുന്ന നേരമാണ്. എല്ലാം കൊണ്ടും ആ സമയത്ത് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ച് ഒരു മിനിറ്റോ 2 മിനിറ്റോ അതല്ലെങ്കിൽ സമയം പോലെ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് കൈനീട്ടാൻ പറ്റിയ നേരം. ഈ സമയത്തുള്ള ദുആ, ഈ പാതിരാ നേരത്തുള്ള ദുആ അത് ഒരിക്കലും അല്ലാഹു തള്ളിക്കളയുന്നില്ല. മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് ഒരു സഹാബി കേട്ട്, പൊന്നാര നബിയേ ഏത് ദുആയാണ് നബിയെ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ഉത്തരം ചെയ്യപ്പെടുക? പെട്ടെന്ന് ഈ സ്പാൻ ഒന്ന് ബന്ധാക്കി, തൊണ്ട ഏറെ ഡ്രൈ ആണ്. സ്ലോക്കിങ്ങോ അങ്ങ് തിരിച്ചങ്ങോ നമ്മൾ ഈ തൊണ്ടക്കെന്നെ കാറ്റടിക്കുമ്പോ തൊണ്ട ഏറെ ഉണങ്ങുന്നു. അല്ലാഹു ഞങ്ങളെ മജ്ലിസ് കബൂലാക്കട്ടെ, അല്ലാഹു ഞങ്ങളെ മജ്ലിസ് കബൂലാക്കട്ടെ. നിങ്ങളെ ആമീനെല്ലാം കേൾക്കുമ്പോൾ ഞങ്ങൾക്കൊരു ഇൻട്രസ്റ്റും കൂടുന്നു. ആമീനെല്ലാം ചെല്ലുന്നത് നമുക്കൊന്ന് കേൾക്കണമെന്നത് ആമീൻ്റെ ഷർത്തല്ല, പക്ഷെ ഈടെ ഒരു ഷർത്ത് തന്നെ ആക്കിയിട്ട് വെക്കാം. ഇപ്പോൾ എൻ്റെ നിങ്ങൾ ആമീനും സൗണ്ടും എല്ലാം കേൾക്കുമ്പോൾ ഞങ്ങൾക്കൊരു എനർജി ഓട്ടോമാറ്റിക്കലി കൂടുന്നു.
ഇത് നിങ്ങളെ എന്നെ കാട്ടിയേറെ പാടിയിട്ട് തന്നെ ഇരുന്നെങ്കിൽ പിന്നെ ഞാൻ ഈ കൂക്കിയിട്ട് കാര്യം. നിങ്ങൾ നല്ല ഇൻട്രസ്റ്റില് നല്ല റാഹത്തിലൊക്കെ സത്യം പറഞ്ഞാൽ നിങ്ങളെ ഈ ഇരുത്തമില്ലേ. ഞമ്മ സാധാരണ ചെല്ലലുണ്ട്. ഞാനൊരു വയലിന് പോയിട്ട് വരുന്നു, ആടെ പോയിട്ട് കുറച്ചു നേരം ഇരുന്നിട്ട് ഏതായാലും ബജാർക്ക് പോകാനുണ്ട്, അതിൻ്റെ ഇടയിൽ ആടെ ഒന്ന് കയറിയിട്ട് വരുന്നു, അല്ലെങ്കിൽ ഒരു 1.5 മണിക്കൂർ ആടെ ഇരുന്നിട്ട് വരുന്നു. ഞങ്ങളെ ഉമ്മ പങ്ങന്മാർ ഈനന്നായിട്ട് വന്ന്. പക്ഷെ ഈ ബന്ധന്റെ മഹത്വം ഞങ്ങൾ ആദ്യം ഒന്ന് പഠിക്കണം. നിങ്ങൾക്കതൊരു ടൈം പാസ് മാത്രമല്ല. ചില ആൾക്കാർ കരുതിയത് ഓൺലി ടൈം പാസ്, ഒരു നേരം പോക്ക്, നോമ്പ് പിടിച്ചിട്ട് ഇപ്പൊ വേറെ പണിയൊന്നുമില്ല, പിന്നെന്താക്കുന്ന ഇരിക്കട്ടെ. അത് മാത്രല്ല, മൻഹദറ മജ്ലിസൻ യബ്തഈ ഫീഹിൽ ഇൽമാ, മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഇൽമ പറയപ്പെടുന്ന, ഇൽമ പറയപ്പെടുന്ന, ഇൽമ കേൾക്കപ്പെടുന്ന, ഇൽമ പറയപ്പെടുന്ന, ഇൽമ കേൾക്കപ്പെടുന്ന, ഇൽമ ചൊല്ലിത്തരുന്ന മജ്ലിസിൽ ഏതെങ്കിലും ഒരാണോ ഒരു പെണ്ണോ അവിടെ സംബന്ധിച്ചു പോയാൽ കതബല്ലാഹു ലഹു ലികുല്ലി ഖദമിൻ ഇബാദത സനാ. ഇൽമ പറയപ്പെടുന്ന മജ്ലിസുകളിൽ ഏതെങ്കിലും ഒരു ആണോ ഒരു പെണ്ണോ വന്ന് സംബന്ധിച്ചാൽ കതബല്ലാഹു ലഹു ലികുല്ലി ഖദമിൻ ഇബാദത സനാ, അയാൾ ആ വരുമ്പോ ചവിട്ടൽ നടന്നതായ ഓരോ നടത്തത്തിനും, ടോട്ടൽ നടത്തത്തിനല്ല, ചിലപ്പോ 5 കിലോമീറ്റർ അപ്പുറത്ത് വന്നവരായിരിക്കും, അല്ലെങ്കിൽ 1 കിലോമീറ്റർ അപ്പുറത്ത് വന്നവരായിരിക്കും, അല്ലെങ്കിൽ 1/2 കിലോമീറ്റർ അപ്പുറത്ത് വന്നവരായിരിക്കും, അല്ലെങ്കിൽ കുറെ ദൂരത്ത് വന്നവരായിരിക്കും. ഏതുവാകട്ടെ, അവർ വരുമ്പോ നടന്ന ഓരോ നടത്തത്തിനും, ഓരോ ചവിട്ടടിക്കും, ഓരോ സ്റ്റെപ്പിനും അല്ലാഹുവിന്റെ അടുക്കലുള്ള പ്രതിഫലം എന്തറിയോ? ഇബാദത സനാ. ഒരു കൊല്ലത്തെ ഇബാദത്തിന്റെ പ്രതിഫലമാണ് അല്ലാഹു തആല അയാൾക്ക് കണക്ക് കൊടുക്കുന്നത്. അല്ലാഹു കൊടുക്കുന്നത് ഓരോ ചവിട്ടടിക്കും ഒരു കൊല്ലത്തെ ഇബാദത്തിന്റെ കൂലി, ഓരോ സ്റ്റെപ്പിനും ഒരു കൊല്ലത്തെ ഇബാദത്തിന്റെ പ്രതിഫല, ഓരോ ചവിട്ടടിക്കും അല്ലാഹു നൽകുന്നത് വണ്ണമായ കൂലിയാണ്. അപ്പൊ ഈ ഇരുത്തം ചെറുതല്ല, ഇത് നിസ്സാരമല്ല, ഇത് വെറും ഒരു ടൈം പാസിന്റെ പരിപാടിയല്ല, അതല്ലെങ്കിൽ ഒരു വെറുതെ ഉണ്ടാക്കിയ ഏർപ്പാടല്ല. അല്ലാഹുവിന്റെ അടുക്കൽ വലിയൊരു പരിപാടിയാണിത്, വലിയൊരു സംഗതിയാണിത്. അപ്പൊ ആ ഒരു ചിന്തയിൽ തന്നെ ഇരുന്നോളണം. മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ മലായികത്തീങ്ങളെ സാന്നിധ്യമുണ്ട്. ഇൽമിന്റെ മജ്ലിസുകളിലെ മുഅ്മിനീങ്ങളെ മജ്ലിസുകളില് അവിടെ മലായികത്തീങ്ങളെ സാന്നിധ്യമുണ്ട്. മലായികത്തീങ്ങൾ ഇതുപോലെയുള്ള മജ്ലിസുകൾ മാത്രം തേടി വരുന്ന മലായികത്തീങ്ങളുണ്ട്. അവരെ അല്ലാഹു പടക്കപ്പെട്ടത് തന്നെ ഇതിനു വേണ്ടിയിട്ടാണ്. അവർക്ക് വേറെ ഏർപ്പാടുകളൊന്നുമില്ല. അവർക്ക് പ്രവാചകന്മാർക്ക് വഹി എത്തിച്ചു കൊടുക്കുന്ന പണിയില്ല, അല്ലെങ്കിൽ മരിപ്പിക്കുന്ന അസ്രായിലിന്റെ കൂടെ അൽപ്പറായിട്ട് പോകുന്ന ഏർപ്പാടില്ല. ചില മലായികത്തീങ്ങളെ ഏർപ്പാട് അവരെ അല്ലാഹു പടച്ചു വെച്ചത് ഇതുപോലെയുള്ള ഇൽമിന്റെ മജ്ലിസുകൾ, ദിക്റിന്റെ മജ്ലിസുകൾ, ആത്മീയ മജ്ലിസുകൾ തേടിപ്പോകലാണ്. അവർക്കുള്ള പണിയാ തന്നെയാണ്, അവർക്ക് വേറെ പണിയില്ല. അപ്പൊ ഇവിടെ മലായികത്തീങ്ങളെ സാന്നിധ്യമുണ്ട്. ആണുങ്ങളുടെ ഇടയിലുണ്ട്, പെണ്ണുങ്ങളുടെ ഇടയിലുണ്ട്. ഇതെല്ലാം ഉള്ളത് കൊണ്ടാണ്, റഹ്മത്തിന്റെ മാലാകമാരുടെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് മുസ്തഫായ നബി തങ്ങൾ പറഞ്ഞ അവിടെ ദുആരക്കാതിരിക്കണ്ട, ദുആരക്കുമ്പാമ്യം പറയാതിരിക്കണ്ട. കാരണം അങ്ങനെയുള്ള മജ്ലിസുകളിൽ ദുആക്കുത്തരം ഉറപ്പാണ്. പിന്നെ നമ്മളുടെ ഇടയിൽ കൂടിയ മനുഷ്യന്മാർ പല തരക്കാരായിരിക്കുമല്ലോ. എല്ലാവരും ഒരേപോലെയല്ല, എല്ലാവരും ഒരേ കാറ്റഗറിയിലല്ല. എത്ര സ്വാലിഹീങ്ങളുണ്ട്, എത്ര മഹാന്മാരുണ്ട്, എത്ര നല്ലവരുണ്ട്, എത്ര മഹാന്മാരുണ്ട്, ആണുങ്ങളുണ്ട്, പെണ്ണുങ്ങളുണ്ട്, ഇല്ലേ? ഞമ്മ വിചാരിച്ചെന്തെന്ന്, ഓൻ നടക്കറിയോന്ന്, ഓൻ ദ്വാരനും ഉത്തരം ചെയ്യില്ല, നടക്കറിയോ, ഓൻ ആരും നടക്കറിയല്ലേന്ന് ഞമ്മ വിചാരിക്കുന്ന അങ്ങനെ അല്ലേ? സത്യത്തിൽ ഞമ്മ വിചാരിച്ച പോലെ അല്ല മനുഷ്യന്മാർ. ഞമ്മ വിചാരിക്കുന്നതിനും അപ്പുറമാണ് അവർ അല്ലാഹുവിന്റെ അടുക്കൽ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരവസരം മക്കക്കാർ വന്നിട്ട് പറഞ്ഞു, പത്രേ തങ്ങളെ മഴയില്ല, വല്ലാത്ത ക്ഷാമം, വല്ല പ്രയാസം, അതുകൊണ്ട് തങ്ങളെ ദുആരക്കണോ? മഹാൻ ദുആക്ക് ഇജാബത്തുള്ളയാളാണ്. ദുആരെന്ന സ്വിച്ചിട്ട പോലെ അപ്പ ഉത്തരം കിട്ടിയിട്ടായി. അങ്ങനെയുള്ള മഹാനാണ് താബിഈ പണ്ഡിതനായ, വിശ്രുത പണ്ഡിതനായ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു. ആ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ മക്കക്കാർ വന്നിട്ട്, ആ ജനങ്ങൾ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ ദുആരക്കണോ? മഴയില്ല, വെള്ളമില്ല, ക്ഷാമമാണ്, വല്ലാത്ത പ്രയാസത്തിലാണ്, ജനങ്ങളെല്ലാവരും വല്ലാത്ത ബേജാറിലാണ്, അതുകൊണ്ട് തങ്ങളെ ദുആരക്കണമെന്ന് പറഞ്ഞപ്പോ മഹാനർ പറഞ്ഞു, എന്തറിയോ? എല്ലാവരും വരിക, നിങ്ങളെല്ലാവരും വരിക, നാട്ടുകാർ, മറുനാട്ടുകാർ, ആണുങ്ങൾ, പെണ്ണുങ്ങള് എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവരി, ഞങ്ങൾക്ക് ദുആരക്കാന്ന്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ആബാലവൃദ്ധ ജനങ്ങൾ അവിടെ കൂടി മഹാനർ ദുആരുന്നു.
ഉത്തരമില്ല. എന്ത് കേട്ടെങ്കിലും പെട്ടെന്നുള്ള ഉത്തരം ചെയ്യപ്പെടുന്ന മഹാനാണ്. അതാ നാട്ടുകാർക്ക് ബോധ്യമുള്ള കാര്യവുമാണ്. അതുകൊണ്ട് തന്നെയാണ് മക്കക്കാർ ഈ സന്ദിഗ്ധ ഘട്ടത്തിൽ മഹാനരുടെ അടുത്ത് വന്നിട്ട് പരാതി പറഞ്ഞത്. ഇത് മനസ്സിലാക്കിയ മഹാനർ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് അങ്ങനെ ദുആരക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഉത്തരമില്ല, മഴയില്ല. ജനങ്ങൾ വലിയ ബേജാറിലായി. അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് തങ്ങളും വലിയ ബേജാറിലായി. ഇത് ഫസ്റ്റാണ് ഇങ്ങനെയുള്ള ഒരു അനുഭവം. അങ്ങനെ പിരിഞ്ഞു പോകുന്ന നേരത്ത്, അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പിരിഞ്ഞു പോകുന്ന നേരത്ത് ആ കൂട്ടത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവരും ഇങ്ങനെ പിരിഞ്ഞു പോവാൻ. അതിലൊരു സാധുവായ ഒരു മനുഷ്യൻ, പരമസാധുവായ മനുഷ്യൻ, കീറി പറഞ്ഞ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചിട്ടുള്ള ഒരു നാടനായ ഒരു മനുഷ്യൻ, അയാൾ അങ്ങകലെ ഇറങ്ങിപ്പോന്ന നേരത്ത് ഓതാ മൂലയിൽ നിന്നിട്ട് പടച്ചോനോട് ദുആരുന്നു, പടച്ചോനെ എല്ലാരും നിന്നോട് കേട്ട് നീ ഉത്തരം ചെയ്തിട്ടില്ല, ഞങ്ങക്ക് മഴ വേണോ അല്ല, മഴതാ അല്ല. അപ്പമാണ് ഇത്തരം ഇവിടെ എല്ലാരും ഒന്നിച്ചിരുന്നിട്ട് വരുന്നിട്ട് ആമീൻ പറഞ്ഞിട്ട് അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് തങ്ങൾ ദുആക്ക് നേതൃത്വം കൊടുത്തിട്ട് ഉത്തരം കിട്ടിയില്ല. പക്ഷേ ആ കൂട്ടത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ ആ കൂട്ടത്തിൽ വന്നവരാ ഒരു സാധുവായ മനുഷ്യൻ, ഒരു അടിമയായ മനുഷ്യൻ, സാധാരണക്കാരനായ മനുഷ്യൻ, മുഷിഞ്ഞ വസ്ത്രം ധരിച്ചിട്ടുള്ള ഒരു സാധുവായ മനുഷ്യൻ. അയാൾ ഇറങ്ങിപ്പോകുന്ന നേരത്ത് മേലോട്ടൊന്ന് കൈനീട്ടി, പടച്ച റബ്ബേ വെള്ളമില്ല, മഴയില്ല, ക്ഷാമമാണ്, സന്തോഷം നൽകണേ അല്ലാ, മഴ തരണേ അല്ലോ എന്നൊന്നു ദുആരന്നപ്പോ സുബ്ഹാനല്ലാഹ്, ആ കൂടിയ ജനങ്ങൾ മജ്‌ലിസ് പിരിഞ്ഞ് തീരുന്നതിന് മുന്നേ ചറപറാന്ന് മഴ വന്നു. വല്ലാത്ത മഴ, വിശാലമായ മഴ, ധാരാളമായിട്ടുള്ള മഴ അങ്ങ് വന്ന നേരം അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് തങ്ങൾ എന്ന വലിയ മഹാനർ അത്ഭുതപ്പെട്ടു പോയി, ആശ്ചര്യപ്പെട്ടു പോയി. ഞങ്ങളെല്ലാവരും ദുആരന്നിട്ട് ആമീൻ പറഞ്ഞിട്ട് ഉത്തരം കിട്ടിയില്ലല്ലോ. സാധുവായ ആ മനുഷ്യന് പോകുന്ന വഴിക്ക് ആ ഗേറ്റിന്റെ അവിടെ നിന്നിട്ടാണല്ലോ കൈനീട്ടിയത്. ആ പച്ചപ്പാവം, ആ പരമസാധു, ആ പരമദരിദ്രനായ മനുഷ്യൻ, അയാൾ ദുആരന്നപ്പോഴാണ് ഉത്തരം കിട്ടിയത്. ഇതാര്, അയാളൊന്ന് അറിയണം എന്ന് മനസ്സിലാക്കിയിട്ട് അയാളെ ബാക്കിന്ന് കൂടി. ആര്? അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു. അയാളെ ബാക്കിന്ന് അങ്ങനെ നടന്നു. അയാളെ പോകുന്നിടത്തൊക്കെ തന്നെ പോയി നോക്കുമ്പോ അയാളൊരു ഖബർ കുഴിക്കുന്ന ഒരു മനുഷ്യന്റെ പുരക്ക് കയറി. ഖബർ കുഴിക്കുന്ന ജോലി എടുക്കുന്ന ആള്, ഖബറിന്റെ പണിയെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു പുരക്കാരൻ. ആ പുരക്കാരന്റെ അടിമയാണ് ഈ മനുഷ്യൻ. അതായത് ആ ഖബറ് അയാൾ കളിക്കുന്ന നേരത്ത് അവിടെ കളിച്ചതായ മണ്ണും വട്ടിയും ചട്ടിയെല്ലാം കൊണ്ടുപോയിട്ട് അപ്പുറപ്പുറം വെക്കാനും മണ്ണെറിയാനും കോരാനും 4 കൊട്ടിട്ടിട്ട് പിക്കാസ് ഇട്ടിട്ട് മണ്ണെടുക്കാനും ഉള്ള ഒരു സഹായി, സാധുവായ മനുഷ്യൻ. അവിടെ കേട്ടിട്ട് അവിടെ അറിഞ്ഞപ്പോ അയാൾ കേട്ട്, നിങ്ങളെ പേര് അബ്ദുറഹിമാൻ, നിങ്ങളെ പണി മണ്ണും ചട്ടിയെല്ലാം കൊണ്ടുവന്നു, വേറെന്ത് പണി? അല്ല, നിങ്ങ ദുആരന്നിട്ടാകുമ്പോ അല്ലാഹു ഉത്തരം ചെയ്തല്ലേ, നിങ്ങളുടെ ഇടലുണ്ട്, അതിന് സെറ്റലേറ്റർ സാധാരണ കാണുകയും ചെയ്യുന്ന ഇടക്കിടക്കിൽ വരുന്ന പോകുന്നതല്ലോ, നിങ്ങൾ ശരിക്കൊന്നും നിങ്ങൾ ആരും ചൊല്ലോ എന്ന് പറഞ്ഞിട്ടാകുമ്പോ ആ മനുഷ്യ അപ്പ പറഞ്ഞെന്തറിഞ്ഞ, ആഹാ പടച്ചോനെ നീ എന്നെ പരസ്യമാക്കി, അവിടെ ഞാൻ ദ്വാരം നിന്നത് നേര്, നീ ഉത്തരം ചെയ്തു എന്നതും നേര്, പക്ഷേ എന്റെ ഡീറ്റെയിൽ ജനങ്ങൾ അറിഞ്ഞു, അതുകൊണ്ട് ഇനി നീ എന്നെ എന്താക്കണ്ട, കുറെ ഭൂമിയിൽ വെക്കണ്ട. ഇനി പിന്നെ ആൾക്കാർ വരാൻ തുടങ്ങും, മന്ത്രിക്കാനും പൊരുത്തം കേൾക്കാനും എല്ലാം. പിന്നെ ഇവിടെ നിൽക്കാൻ കയ്യിലാണ്, അതുകൊണ്ട് എനക്ക് മതി. പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ ഈ ചരിത്രം കാണാ. മഹാൻ പറയാണ്, രഹസ്യങ്ങൾ അറിയുന്ന അല്ലാഹ്, എല്ലാ രഹസ്യവും പരസ്യവും അറിയുന്ന റബ്ബ്, ഇന്ന സിർറ ഖദ് ലഹറ വലാ ഉരീദു ഹയാതി ബഅദ മഷ്തഹറ.
ഈ എന്റെ പരമരഹസ്യ ഞാൻ ആര് എന്ത് ഏട് എന്നുള്ള സംഗതി നീ നാലാളെ മുമ്പിൽ അറിയിച്ച സ്ഥിതിക്ക് എനക്കിനിവിടെ ജീവിക്കണോന്നില്ല. ഞാനൊരു മൂലയിൽ ഒതുങ്ങിയിട്ട് എന്റെ പണി എടുത്തിട്ട് ഞാൻ അങ്ങനെ പോവുകയായിരുന്നു. തട്ടാതെ മുട്ടാതെ ഒരാളുടെ ഇടയിലും ഭാരമാകാതെ ഒരാളെ ഇടയിൽ ഷെയിൻ ചെയ്യാതെ ഷോ കാണിക്കാതെ ഞാനങ്ങ് പോവുകയായിരുന്നു. അല്ലാ, ഇപ്പൊ ഇതാ എന്റെ രഹസ്യം വെളിവായിരിക്കുകയാണ്. അത് നീ ഉത്തരം ചെയ്തത് കൊണ്ടാണ്. അതുകൊണ്ട് റബ്ബേ, ഈ നശ്വരമായ ദുനിയാവിൽ ഈ ലോകത്ത് എനക്കിന് കൂടുതൽ കാലം ജീവിക്കണമെന്നുള്ള ബുദ്ധിയില്ല, ആഗ്രഹമില്ല. അതുകൊണ്ട് അല്ലോ എന്നെ നീ മരിപ്പിക്കണേ അല്ലോ എന്ന് പറയേണ്ട താമസം ആ സമയത്ത് അയാൾ മരണപ്പെട്ടു പോയി. ഇത് പറഞ്ഞു നിന്നറിഞ്ഞ മനുഷ്യന്മാർ പല സ്റ്റൈലില്ല. അപ്പൊ ആര് ദുആക്ക് ഇജാബത്തുള്ള, ആര് ദുആരെന്നും ഉത്തരം ചെയ്യുന്നത്, ആരാ ആമീൻ അല്ല സ്വീകരിക്കുന്നതെന്നൊന്നും പറയാൻ കഴിയല. ഓരിടലും ഞാൻ അങ്ങനെ പൊതുവാരക്കണ്ടിയേ ഇപ്പൊ ഓരിടലും ഞാൻ അങ്ങനെ ചിന്തിക്കാനേ കഴിയ. അല്ലാഹു തആല ഞങ്ങളെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാകട്ടെ. പിന്നെ കണ്ണുനീരുറ്റിച്ച് ഖൽബ് തുറന്ന് നല്ല ഹൃദയത്തോടെ മേലായ റബ്ബിലേക്ക് എല്ലാം സമർപ്പിച്ച് അവനോട് മനസ്സുരുകി ദുആരക്കുന്ന ദുആ അതല്ല ഒരിക്കലും തട്ടിക്കളയാല. അത് എത്ര വല്ല പാപിയായാലും മോശമില്ല. ദുആരക്കുന്നവന്റെ ദുആക്ക് ഉത്തരം കിട്ടാൻ, അല്ലെങ്കിൽ അയാൾ ദുആരക്കാൻ, അല്ലെങ്കിൽ അയാൾ ദുആരെന്ന ദുആക്ക് അല്ലാഹു ഉത്തരം ചെയ്യാൻ അയാൾ ഖോജ രാജാവാണോ, അയാൾ വിലായത്തും കറാമത്തുള്ള ആളാണോ എന്നുള്ള കണ്ടീഷനൊന്നും അല്ലാഹ്ക്കില്ല. ഏത് പാപിയായ മനുഷ്യനായാലും അവന്റെ ദുആക്കും അല്ലാഹു ഉത്തരം ചെയ്യും. പക്ഷേ അവന്റെ ഖൽബ് നോക്കും അല്ലാഹു. എല്ലാം അല്ലാഹുവിലേക്ക് അർപ്പിച്ച് നമ്മളെ ദുആന്റെ കോലം കണ്ടങ്ങനെ അല്ലാഹ്ക്ക് തോന്നും കൊടുക്കണേ ഇല്ല അല്ലേ. ഞമ്മലും ദുആരക്കുമ്പോൾ എല്ലാം കൈ പിടിക്കുന്നല്ല ഫസ്റ്റല്ലേ ഇങ്ങനെ ഉണ്ടാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സുന്നത്തിൽ പറഞ്ഞതുപോലെ പറയപ്പെട്ട പോലെ നബി തങ്ങള് ദുആരക്കുന്ന സമയത്ത് നബി തങ്ങള് ആ കൈ ഉയർത്തുന്ന സ്റ്റൈൽ എങ്ങനെ ഹദീസിന്റെ കിതാബുകളിൽ കാണാം. നബി തങ്ങളെ തൊക്കിന്റെ അടിന്റെ ബൾബ് കാണുന്ന നിലക്ക് റസൂലുള്ള കൈ ഉയർത്തിയിരുന്നു. പടച്ചോനിലേക്ക് നീട്ടിയ കൈ, ആ കൈ അങ്ങനെ നീട്ടിയതിന്റെ കാരണമായി നബി തങ്ങളെ തൊക്കിന്റെ അടിന്റെ ബൾബ് കാണുന്നുണ്ടായിന്. അതിന്റെ അർത്ഥം ഇത് പറഞ്ഞത് നബി തങ്ങളെ തൊക്കിന്റെ അടി ബെൽത്തിട്ടാ കറുത്തിട്ട എന്നറിയാനല്ല, എത്ര നബി തങ്ങൾ കൈ പൊന്തിക്കുന്നുണ്ടായിന് എന്നല്ലാക്ക്. ഞങ്ങൾ എത്ര പൊന്തിക്കുന്നത്? ഞങ്ങൾ ഫസ്റ്റ് പൊന്തിക്കുന്നു നല്ലോണം, തൊക്കിന്റെ അടി മാത്രമല്ല, എല്ലാം കാണുന്ന രൂപത്തിലെ പൊന്തിക്കുന്നു. ഒരു 5 മിനിറ്റ് എല്ലാം കഴിഞ്ഞ് നാണ്ടകത്ത് താന്നിട്ട് അവസാനം ഒരു കൈ മാത്രം പൊന്തും, പിന്നെ ഒരു കയ്യിൽ മൊബൈൽ ഇല്ലേ. ചില മനുഷ്യന്മാരെ ഒരു കൈ പൊന്തിയിട്ട് ഒരു കൈ മൂക്കിൻ്റെ ഉള്ളിൽ. പിന്നെ ചില മനുഷ്യന്മാർ 2 കൈയും മടക്കിയിട്ട് തൊടന്റെ മേലെ വെച്ചിട്ടായി. പിന്നെ ചില ഉസ്താദുമാറും അങ്ങനെ ദുആരക്കാൻ തുടങ്ങിയെങ്കിൽ ആ പഠിച്ച 12 കൊല്ലം ഓതുന്ന സമയത്ത് എത്ര പഠിച്ചിന് ദുആ എല്ലാം ദുആരുന്നിരുന്നു. എല്ലാരും അല്ല, പിന്നെ ഉസ്താദ്മാർ ചൂടായിരുന്നില്ല. ഒരാൾ ഞാൻ വോയിസ് ഇടുകയും ചെയ്തു, ഉസ്താദ് നിങ്ങൾക്ക് നടത്തിയ ആള് മോശമില്ല. ഒരാൾ ഒരു മാലത്തിലേക്ക് ഒരു ചെറിയ ഉസ്താദ് നടത്തി. ചെറിയ ഉസ്താദല്ല, നല്ല കനവും നല്ല ഗഡുസുള്ള ആൾ തന്നെ, നല്ല പണ്ഡിതനാണ്. അപ്പൊ ആ പിറ്റേന്ന് അല്ല അതിന് പിറ്റേന്ന് 2ന്റെ തന്നെ റിസൾട്ട് മതിന് അവിടുന്ന് എന്താ പറയുക വോയിസ്, ഉസ്താദ് ആള് മോശമില്ല, ദുആ മാത്രം ഷോർട്ടാക്കാൻ വേണ്ടി നിങ്ങൾ ചൊല്ലിയിരുന്നോ. അപ്പോളെ എനിക്ക് താക്ക് പോയിനി, ഇയാൾ 12 ഓതിന് ദർസിൽ തേച്ചും ചൊല്ലിയിരുന്ന തന്നെയാണ്. അത്ര വേണമെന്നൊന്നുമില്ല. പിന്നെ എപ്പോഴും ദുആരക്കാൻ പറ്റിയ ഒരു വാക്കു എല്ലാം ഉണ്ടായില്ല, എല്ലാം ഉണ്ട്. ദുനിയാവുണ്ട്, ആഖിറവുണ്ട്, മക്കളുണ്ട്, എല്ലാം ഉണ്ട്. നിന്റെ മനസ്സിന്റെ ആഗ്രഹം വെച്ചിട്ട് നീ എന്താണോ തേടിയത് അതെല്ലാം ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു വാക്ക്, ഒരു ദുആ പഠിച്ച തമ്പുരാൻ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. എന്താ ഇതിന്റെ അർത്ഥം? അതിൽ പെടാത്ത ഒന്നില്ല. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന. മഹാന്മാരായ ഇമാമിയങ്ങൾ മുഫസ്സിരീങ്ങൾ പല നിലക്കും ഇതിനെ വ്യാഖ്യാനിച്ചവരുണ്ട്. അവിടെ ദുനിയാവിൽ നല്ലത് തരണേ അല്ലാ എന്ന് പറഞ്ഞാൽ നല്ല ഭാര്യയെ തരണേ എന്നാണ് അതിന്റെ അർത്ഥമെന്ന് മഹാനരായ സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു മദീനയിലെ ഇമാമായിരുന്നു. മദീന കണ്ട ഏറ്റവും വലിയ പണ്ഡിതനായിരുന്നു. അവരെ പോലെയുള്ളവർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. എന്നാൽ ആധികാരികമായ പ്രാമാണികമായ ബഹുഭൂരിഭാഗം ഇമാമിയങ്ങൾ വിശദീകരിച്ച വിശദീകരണോ
റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന, പടച്ചോനെ ദുനിയാവിൽ നീ ഞങ്ങൾക്ക് നല്ലത് താ അല്ലാഹ് എന്ന് പറഞ്ഞെങ്കിൽ നല്ല ഭാര്യ മാത്രമല്ല, നല്ല ഭർത്താവ് മാത്രമല്ല, നല്ല മക്കള് മാത്രമല്ല, നല്ല പൊരയും വീടും മാത്രമല്ല, നല്ല ഡോറും കമ്പാസും മാത്രമല്ല, നല്ല ബസ്സും ബൈക്കും മാത്രമല്ല, നല്ല സൗണ്ടും ആരോഗ്യം മാത്രമല്ല, നല്ല ജമാഅത്തും പള്ളിയും മാത്രമല്ല, നല്ല സ്റ്റേജും നല്ല സദസ്സും മാത്രമല്ല, നല്ല ചായയും ഫ്ലാസ്കും അതുപോലെ തന്നെ ജ്യൂസും സമൂസയും മാത്രമല്ല, നല്ല പുതിയാപ്പള, നല്ല സാരി, നല്ല ബുക്ക്, നല്ല പേന മാത്രമല്ല, നല്ല മരണോ നല്ല ജനനവും മാത്രമല്ല, നല്ല സ്വർഗോ, നല്ല രക്ഷ, നല്ല സന്തോഷം, എല്ലാം നല്ലതും അതിൽപ്പെട്ടു. അതുകൊണ്ട് ആ ദുആ അധികരിപ്പിച്ചോളൂ. ഖാല റസൂലുള്ളാഹ്. അതിലെല്ലാം ഉണ്ട്. പഠിച്ചോനെ നല്ല സൗണ്ട് വേണം. ഇപ്പൊ സൗണ്ടിന്റെ വിഷയത്തില് എനിക്ക് തോന്നുന്നു എന്തോ റാഹത്തില്ല. അപ്പൊന്ന് മനസ്സിൽ വരുന്നെങ്കിലായി. അപ്പൊ ഇവിടെ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ എന്നതിന്റെ അർത്ഥം പഠിച്ചോനെ നല്ല സൗണ്ടും എല്ലാം പെട്ട്. അൽഹംദുലില്ലാഹ് ഇത് സൗണ്ടെല്ലാം ക്ലിയർ. ഞങ്ങളെ സാദിക്കിന്റെ നല്ല ഓപ്പറേറ്റർ അല്ലാഹു തആല സാദിക്കിനും കുടുംബത്തിനും ഖൈറും ബർക്കത്തും നൽകട്ടെ. അവന്റെ ജോലി കാര്യങ്ങളിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നിറഞ്ഞ സന്തോഷം അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. പിന്നെ ഈ നോമ്പ് കാലത്ത് അങ്ങനെ സൗണ്ട് നമുക്കും ഒരു പ്രശ്നം തന്നെയല്ലേ. പിന്നെ അല്ലാഹു രണ്ട് കയ്യും രണ്ട് കണ്ണും രണ്ട് കാതും തന്ന പോലെ രണ്ട് നാവ് തന്നിട്ട. രണ്ട് കൈ തന്നിന, ഒരു കയ്യില് ബച്ചെങ്കിൽ പിന്നൊന്ന് അപ്പുറപ്പുറം ആക്കിയ. രണ്ട് കാതും അങ്ങനെ സൗകര്യം പോലെ ആക്കാം, കേക്കാം. രണ്ട് കണ്ണും അങ്ങനെ നല്ലോണം കാണാം. ഇനി ഒരു കണ്ണുണ്ടെങ്കിലും കാണാം. രണ്ട് കണ്ണിൽ കാണുന്നതല്ല ഒരു കണ്ണിലും കാണാം. രണ്ട് ചെവിയിൽ കേൾക്കുന്നത് ഒരു ചെവിയിലും കേൾക്കാം. എല്ലാം രണ്ട് തന്നോ. എന്തേ നല്ലോണം മുണ്ടം വേണ്ടിയിട്ട് രണ്ട് നാവ് തരാഞ്ഞല്ല എന്തേ? ഇവിടെ ഒന്ന് തന്നിട്ടേ ദുനിയാവ് എടുപ്പാലെടുത്തോണ്ടുള്ളൂ. ഇനി രണ്ട് നാവ് തന്നിനെ എന്താട്ടി? ഏതോ ഒരു വയലിന് പോയിട്ടാകുമ്പോ വയലിന് പോയിട്ടാ അവിടെ ദുവാരക്കാൻ വേണ്ടിയിട്ട് കുറെ ആൾ പൈസ തന്നിന് പല ഉദ്ദേശം വെച്ചിട്ട്. അപ്പൊ അതില് അയാളെ കയ്യിൽ ഈ തരുന്ന മനുഷ്യന്റെ കയ്യിൽ ഒരു രണ്ട് ചീട്ട് കാണും. അപ്പൊ ആ ചീട്ട് അത് ഇന്നലത്തെ വരുന്നിട്ട് അതിന് ഉസ്താദ്. അപ്പൊ അതിന് നോക്കുമ്പോ അതിലുള്ളതെന്ന് പറഞ്ഞാ ഒരു അമ്മായി മരുമോക്ക് വേണ്ടിയിട്ട് ദ്വാരക്കാൻ പൈസ കൊടുത്തന്നെ 313 റുപ്യ. എന്നീ വിഷയം എന്ത്? നല്ല പിരിസത്തിലും നല്ല സ്നേഹത്തിലുമാണ്. അമ്മായി മരുമോളും തോന്നണ ചില്ലറ കാര്യം എന്തല്ല നല്ലോ. എന്ത് വിഷയം എന്ത്? ഒരു ബേജാറുണ്ട് അമ്മായിക്ക് മരുമോളിന്. അതായത് വലിയ മോന്റെ തിരിയാളെ പോലെ അല്ലവാ, വലിയ മോശമില്ല. വയറുന്നോറോടി മുണ്ടുന്നല്ലോ, വന്നോരിലും പോയോരിലും വയറുന്നോറോടി മുണ്ടുന്നു. ഈ മരുമോ അങ്ങനല്ല, മുണ്ടാട്ടെല്ലാം കുറിച്ച ഒരു പൊട്ടിനെ പോലെ. അപ്പൊ കാര്യമായിട്ട് നല്ലോണം മുണ്ടും വേണ്ടിട്ട് ഉസ്താദ് ദ്വാരക്കണം 313. അപ്പൊ ഞാൻ വരുമ്പോ അയാളി കേട്ട് ഈ ഉസ്താദ് ദ്വാരുന്നിനാന്ന് കേട്ട് ദ്വാരുന്നിന് എന്നാ അടുത്ത കൊല്ലം 756 അമ്മ എന്നെ കൊടുക്കും. ഒരു ബന്ധാക്കോ പെട്ട് ദ്വാരുന്ന എത്ര കണ്ട് സൗണ്ട് കുറക്കുന്നത് ഞമ്മ കൺട്രോൾ ആക്കുന്ന അത്ര കണ്ട് ഹൈറല്ലേ ഞമ്മ. അല്ലെങ്കിലും മതി തന്നെയല്ലേ ചിലർ നിപ്പിച്ചിരുന്നല്ലേ ചെല്ലേ. പിന്നെ അതിന്റെ ഇടയിൽ മതിയാവല പഠിച്ചോനെ നല്ലോണം മുണ്ടിട്ട് പൈസ കൊടുത്തൊക്കെ എന്താവും? അല്ലെങ്കിലും സത്യം പറഞ്ഞാൽ അള്ളാന്റെ ഇടയ്ക്ക് ഏറ്റവും നല്ലവരറിഞ്ഞ ഈ വളവളാന്ന് മുണ്ടിക്കൊണ്ടിരിക്കുന്നവരല്ല, പൊട്ടനെ പോലെ മുണ്ടാണ്ടിരിക്കുന്നു. പൊട്ടിയ പോലെ നാവിനെ നിയന്ത്രിച്ചോ, അവരാണ് അള്ളാന്റെ ഇടയ്ക്ക് ഏറ്റവും വലിയ നല്ലവർ. അങ്ങനെ കണ്ടനും കേട്ടനും എല്ലാം ചൊല്ലിക്കൊണ്ടും കണ്ടതെല്ലാം മുണ്ടിക്കൊണ്ടിരിക്കുന്ന, ലൈസൻസ് ഇല്ലാതെ കൺട്രോൾ ഇല്ലാതെ ബെല്ലും ബ്രേക്കും ഇല്ലാണ്ട് മുണ്ടിക്കൊണ്ടിരിക്കുന്ന സ്വഭാവം അത് സത്യത്തിൽ ഒരു ഈമാനുള്ളവന് യോജിച്ചതല്ല. മുസ്തഫ നബി തങ്ങളോട് വന്നിട്ട് ഒരു സഹാബി പച്ചക്ക് കേട്ട്, നബിയെ അള്ളാന്റെ സ്വർഗത്തിലേക്ക് കടക്കാനുള്ള എളുപ്പവഴി എന്ത്? ഈസി റൂട്ട് എന്ത്? എളുപ്പത്തിൽ കടക്കണോ? വല്ല റിസ്ക് ഒന്നും എടുക്കാതെ, വല്ല കഷ്ടപ്പാടൊന്നും ചെയ്യാൻ കഴിയാതെ, നല്ലോണം ഇബാദത്തും കാര്യങ്ങളൊന്നും എടുത്തിട്ട് എന്നെ കണ്ടു കഴിയാല. നാളെ സിറാത്ത് പാലം കണ്ടിട്ടും അതുപോലെ തന്നെ മീസാൻ തുലാസിന്റെ അവിടെ നിന്നിട്ടും എന്നെ കൊണ്ട് സ്വർഗത്തിൽ പോകാൻ കഴിയില്ല. അതുകൊണ്ട് റബ്ബേ റിസ്ക് ഇല്ലാതെ വളരെ സിമ്പിളായി ഈസിയായി എനക്ക് സ്വർഗത്തിൽ കിടക്കണമല്ലോ. അതിനുള്ള വഴി എന്ത് നബിയേ?
എന്ന് മുസ്തഫ നബി തങ്ങളോട് ചോദിക്കപ്പെട്ട നേരം ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ പറഞ്ഞ മറുപടി എന്തറിയോ? ഒറ്റ ഒരു മറുപടിയാണ്, ഒറ്റ ഒരു വാക്കാണ്, അംസിക് ലിസാനക, അംസിക് ലിസാനക, നിന്റെ നാവിനെ നിയന്ത്രിച്ചോ. ബെല്ലും ബ്രേക്കുമില്ലാതെ മിണ്ടണ്ട, അനാവശ്യങ്ങൾക്ക് വേണ്ടി നാവിനെ ഉപയോഗിക്കണ്ട. ഫിത്ന ഫസാദ് പറയാൻ, ഗീബത്ത് നമീമത്ത് പറയാൻ, ചീത്ത പറയാൻ, ആരാര കുറ്റങ്ങൾ പറയാൻ, ആക്ഷേപിക്കാൻ, തമാശയാക്കാൻ നാവിനെ ഉപയോഗപ്പെടുത്തണ്ട. ആവശ്യത്തിന് മുണ്ടിക്കോ, നല്ലതിന് മാത്രം നാവിനെ ഉപയോഗിച്ചോ. നാവിലെ ദിക്റ് ചൊല്ലിക്കോ, സ്വലാത്ത് ചൊല്ലിക്കോ, നാവിലൂടെ ദുആറുന്നോ, നാവിനെ നിയന്ത്രിച്ചോ. എങ്കിൽ നിനക്കതാ റിസ്ക് കൂടാതെ, പ്രയാസം കൂടാതെ, ബുദ്ധിമുട്ട് കൂടാതെ സ്വർഗത്തിൽ കടക്കാമെന്ന് മുസ്തഫായ റസൂലുള്ളാഹി ഹബീബുൽ വറാ റസൂലുള്ളാഹി. നാവിനെ നിയന്ത്രിക്കണം. കുറേ മുണ്ടോണോ, കുറേ മുണ്ടിക്കണോ, കുറേ മുണ്ടുന്നോറാണോ എന്നുള്ള ആ ആശയും ബൂതിയും ഉള്ളവരാവാൻ പാടില്ല. എത്ര മിണ്ടാട്ടം കുറഞ്ഞ് നിങ്ങറിയോ? പൊട്ടന്മാര് മുണ്ടുന്നവരെ കാട്ടിയും സ്വർഗത്തിൽ 40 കൊല്ലം പിന്നെ കിടക്കും. മുണ്ടാത്തോ ഞമാടെ മീത്തോക്കേണ്ടി വരും. കാരണം മുണ്ടിയനെല്ലാം കണക്ക് കൊടുക്കണം. അത് മുണ്ടിയ നല്ലതുണ്ടാ കണക്ക് കൊടുക്കാന്? എല്ലാം വേണ്ടാത്തത് തന്നെയല്ലേ. തന്തക്കും തള്ളക്കും വിളിച്ചതും, അവനെയും ഓനെയും വിളിച്ചതും, നായിനെയും പൂച്ചനെയും വിളിച്ചതും, ഇതല്ലാതെ വേറെന്തെങ്കിലും ഉണ്ടായിനി. റമദാനിൽ ഒരു 4 തറാവി, അതും പോയിനി. പുറത്തൊക്കെ വന്നിട്ടാകുമ്പോ 4 തറാവി ഉണ്ടായിനി. അതും പുറത്തൊക്കെ തന്നെ ഔത്തൊക്കെ തറാവി നിസ്കരിച്ചിട്ട് പള്ളിയിൽ നിന്ന് പുറത്തേക്ക് കഴിഞ്ഞിട്ട് പുരക്കത്തിന് പിന്നെ അത് പോയിനേലെ. അത് അയാളെ ലിസ്റ്റിലേക്ക് പോയിന്. എന്തേ വരുമ്പോ 2 ആൾ മുണ്ടിക്കൊണ്ട് വരുന്നേ, ഇന്ന് മമ്മച്ചിക്ക് നോമ്പില്ല ഇതില്ല പോയില്ലേ? ആ 4 തറാവി മമ്മച്ചിക്ക് പോയാ? നീ മുണ്ടിട്ടത് വണ്ടിയായി. അവന് നോമുണ്ടായില്ലേ എന്ന് നോക്കാൻ ആള് വേറുണ്ട്. അതിനെ ചർച്ചാക്കാനും അതിനെ 4 ആളെ മുമ്പിലും. ഇപ്പൊ ഇതൊരു ട്രെൻഡാണ്. ഇപ്പൊ കാണുന്നില്ലേ പെണ്ണുകിടാക്കളെല്ലാം, ചില പെണ്ണുകിടാക്കളെല്ലാം ഉണ്ട്. അവരെല്ലാം വീഡിയോ എല്ലാം കാണാം. അവർ വെള്ളം കുടിക്കുന്ന, പിന്നെ ഇതല്ലേ ഈ റമദാൻ മാസത്തില് സത്യം പറഞ്ഞ ആണുകിടാക്കളെ പോലെയല്ല പെണ്ണുകിടാക്ക. അവർക്ക് ചിലപ്പോ നോമ്പ് നോക്കാൻ പറ്റാത്ത സമയമുണ്ട്. എന്നാലും അവർ ശ്രദ്ധിക്കണം. പരസ്യമായിട്ട് 4 ആൾക്കാർ കാണും പോലെ വെള്ളം കുടിക്കാനോ ചാവടിക്കാനോ ഒന്നും പാടില്ല. എന്നാലും അശുദ്ധിയുള്ള നേരത്തെ അവർക്ക് നോമ്പില്ലല്ലോ. പക്ഷെ ഇപ്പൊ എന്താക്കുന്ന പറഞ്ഞാൽ അതിനെയും കൂടി അവർ തിന്നുന്നതിനെയും കുടിക്കുന്നതിനെല്ലാം വീഡിയോ എടുത്തിടുന്നു. ആ ഇടുന്നതിൽ ഓക്ക് നാണക്കേടുമില്ല. വാത്തുള്ളതിനനുസരിച്ച് വേണമെങ്കിൽ 4 സമൂസ ഏറെ തിന്നുന്ന വീഡിയോ ഇടുന്ന. എന്തെല്ലോ കോലങ്ങളാണ്. ഏതെല്ലാം ഒരവസ്ഥയിലേക്കാണ് ഞങ്ങൾ ലോകം പോകുന്നുള്ളത്. അപ്പൊ അങ്ങനൊന്നും അതൊന്നും വീഡിയോ എടുത്തിടേണ്ട സംഗതിയല്ല. ഇതിനൊരു വേള ഇൻ കേസ് അങ്ങനെയാണെങ്കിൽ തന്നെ, നോമ്പില്ലെങ്കിൽ തന്നെ അത് ഞങ്ങൾ പാടി പറയേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. ചില ആൾക്കാർക്ക് ചില പ്രതിബന്ധങ്ങൾ, പ്രതിസന്ധികൾ, പ്രയാസങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് നോമ്പ് ചിലപ്പോ ആവാലോ ആക്കണമെന്നല്ല, ആവാലോ. അതിനെ ചിക്കി ഞാൻ മേടിച്ച് അതിനെ 4 ആളെ മുമ്പിൽ വൈറലാക്കി പാടി പറഞ്ഞിട്ട് ഞമ്മക്കെന്ത് കിട്ടാൻ? ഞങ്ങളുടെ നന്മകളെല്ലാം അവർക്ക് പോയി എന്നല്ലാതെ ഞങ്ങളെ ദുആ സ്വീകരിക്കപ്പെടാതിരിക്കുന്നു അപ്പോൾ തന്നെയാണ്. നേരത്തെ മജീദ് അരിമി ഉസ്താദ് ഓതിയത് കണ്ടില്ലേ? മുസ്തഫായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ദുആരുന്ന ദുആക്ക് 3-ൽ ഉത്തരം ഉറപ്പാണ്. 3-ൽ ഉത്തരം ഉറപ്പാണ്, സംശയമില്ല. പക്ഷേ നിങ്ങൾ ദുആക്ക് ഉത്തരം ചെയ്യപ്പെടാതിരിക്കാൻ കാരണോ നിങ്ങൾ തെറ്റ് ചെയ്യുന്നത് കൊണ്ടും കുടുംബബന്ധം മുറിച്ചത് കൊണ്ടുമാണ്. കുടുംബബന്ധം മുറിച്ചവരുടെ ദുആക്ക് ഉത്തരമില്ല. കുടുംബക്കാരോട് ചൊടിച്ചിരിക്കുന്നവർ, കുടുംബക്കാരോട് അരസത്തിൽ കഴിയുന്നവർ, കുടുംബക്കാരോട് ദേഷ്യത്തിൽ കഴിയുന്നവർ, അതേ അളാപ്പയോട്, എളാമയോട്, അമ്മായിയോട്, മരുമോളോട്, അളിയനോട്, മച്ചുനനോട്, ആങ്ങളയോട്, പെങ്ങളോട്, ജ്യേഷ്ഠനോട്, അനുജനോട്, ഉമ്മയോട്, പപ്പയോട്, മക്കളോട് മിണ്ടാതിരിക്കുന്നവരില്ലേ, അവരുടെ ദുആക്ക് ഉത്തരമില്ല. മാത്രമല്ല അവരുടെ ദുആക്ക് ഉത്തരമില്ലാതെ മാത്രമല്ല മുസ്തഫായ റസൂലുള്ളാഹി പറഞ്ഞു, അവരുള്ള മജ്ലിസിൽ മറ്റുള്ളവർ ദുആരെന്നാലും അവരുടെ ദുആക്ക് പോലും ഉത്തരമില്ല. കുടുംബബന്ധം മുറിച്ചവനാണ് ഞാനെങ്കിൽ എന്റെ ദുആക്ക് ഉത്തരമില്ല എന്ന് മാത്രമല്ല, ഈ മജ്ലിസിൽ നിങ്ങൾ ആരെങ്കിലും ദുആരുന്നെങ്കിൽ ഞാൻ ഈടുള്ള കാലത്തോളം നിങ്ങൾ ദുആക്ക് ഉത്തരവില്ല.
നേരത്തെ പറഞ്ഞ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് തങ്ങളുടെ മറ്റൊരു സംഭവം ഇങ്ങനെ കാണാം. വലിയ മഹാനാണ്, വലിയ പണ്ഡിതനാണ്, വലിയ വാലുകാരനാണ്, വലിയ പ്രഭാഷകനാണ്. ആയിരങ്ങൾ പതിനായിരങ്ങൾക്ക് ഹിദായത്തിന്റെ വെള്ളിവെളിച്ചം നൽകപ്പെടാൻ കാരണക്കാരനായ മഹാൻ. ഇതുപോലെയുള്ള നിറഞ്ഞ സദസ്, ആബാലവൃദ്ധ ജനങ്ങള്, ആണുങ്ങൾ പെണ്ണുങ്ങളായിട്ടുള്ള വിശ്വാസികൾ കൂടിയ സദസ്, അവർക്ക് വേണ്ടി ദീനീ ഉപദേശം പറഞ്ഞു കൊടുത്തതിന്റെ ശേഷം ആ മജ്ലിസിൽ മഹാനറദാ ദുആക്ക് നേതൃത്വം കൊടുക്കുകയാണ്, കൂട്ടുപ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുകയാണ്. ആ മുബാറക്കായ മജ്ലിസില് ആയിരങ്ങൾ പതിനായിരങ്ങൾ കൂടി ആ വലിയ മജ്ലിസിൽ ദുആരക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് തങ്ങൾ പറഞ്ഞെന്തറിയോ? ജനങ്ങളെ നോക്കിയിട്ട് പറഞ്ഞെന്തറിയോ? അൻഷുദുക്കും നിങ്ങളോട് ഞാൻ അള്ളാനെ മുൻനിർത്തിയിട്ട് ചോദിക്കുകയാണ്, അള്ളാനെ സത്യം പിടിച്ചിട്ട് ചോദിക്കുകയാണ്. അതേ, കുടുംബക്കാരോട് ചൊടിച്ചവരുണ്ട, കുടുംബബന്ധം മുറിച്ചവരുണ്ട, എളാപ്പയോട് എളാമയോട്, അമ്മായിയോട് എളാമയോട് എളാപ്പയോട്, മരുമോളോട്, ആരോടുമാകട്ടെ കുടുംബക്കാരോട് ചൊടിച്ചിരിക്കുന്നവരുണ്ടോ? അരിസത്തിൽ കഴിയുന്നവരുണ്ടോ? അവരോടുള്ള ബന്ധം വിച്ഛേദിച്ചവരുണ്ടോ? എങ്കിൽ അവരോട് പറയട്ടെ, ഫഖുർജ് അന്നാ ഫഇന്നാ നുരീദു അൻ നദ്ഉവ റബ്ബനാ. ഇവിടുന്ന് പുറത്തു പോണോ? ആ കുടുംബക്കാരോട് ചൊടിച്ചിട്ടുള്ള മനുഷ്യന്, അല്ലെങ്കിൽ മരുമോളോട് മിണ്ടാത്ത അമ്മായി, അല്ലെങ്കിൽ ഉമ്മയോട് മിണ്ടാത്ത പപ്പ, മക്കളോട് മിണ്ടാത്ത ഉമ്മ, അതല്ലെങ്കിൽ അളിയനോട് മിണ്ടാത്ത അളിയന, അവർ ഈ മജ്ലിസിൽ ഇരിക്കാൻ കഴിയാ. അവർ ഈ മജ്ലിസിലുള്ള കാലത്തോളം ഞാൻ ദുആരുന്നിട്ട് നിങ്ങൾ ദുആരുന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഫഖുർജ് അന്നാ, ഇവിടുന്ന് പുറത്തു പോക്കോളൂ. അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് തങ്ങൾ പറഞ്ഞു, എന്തേ അവരുള്ള സ്ഥലത്ത് ദുആരുന്ന ഉത്തരവില്ല? ഞങ്ങളെ ദുആക്കല് ഉത്തരം കിട്ടാണ്ട് പോയത് അങ്ങനെയാണ്. നല്ല മനുഷ്യന്മാരുടെ എന്നെ ദുആരുന്നതിന്, നല്ലോരെന്നെ ദുആരുന്നതിന്, എന്നിട്ടും ഞങ്ങളെ കാര്യം ഒന്നും സക്സസ് ആയിട്ട് കാണുന്നില്ല. എന്തേ? അതിന്റെ ഇടയിലുണ്ടായിന് ഓന് ഈ കൊന്ത്രാണ്ടം. ഓ നേരെ ഉമ്മാനെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ കെട്ടിയോരോട് ചൂടായിട്ട്, അല്ലെങ്കിൽ ഇച്ചാനെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അമ്മായിനെ 4 ഫോണിൽ പച്ച പുളിച്ച് 4 വെട്ടിട്ടിട്ട് നേരെ വന്നിന് വയലിൻ്റെ തുടങ്ങും. വയല് കേക്കോ, 4 സല്ലാനത്തിട്ട് നേരെ വന്നിന് കൊടുക്കും. പിന്നെ ഓഹിടെ വന്നിട്ട് ആമീൻ. എന്താ ആമീൻ? ആമീൻ ചെല്ലെങ്കിൽ എന്ത് ആമീൻ? ഹബീബായ റസൂലുള്ള പറഞ്ഞു, ഞാൻ ദുആരക്കുമ്പോഴെല്ലാം നിങ്ങൾ ആമീൻ പറഞ്ഞോളൂ. മാത്രമല്ല, നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ ദുആരക്കുകയാണെങ്കിൽ ഫഅമ്മിനൂ, നിങ്ങൾ ആമീൻ പറയാതിരിക്കണ്ടോ. കാരണം നിങ്ങൾ ആമീൻ ചെല്ലുമ്പോ അല്ലാഹുവിന്റെ മലായികത്തുകളും ആമീൻ പറയുകയാണ്. അതെ, അവരുടെ ആമീനും ഇദാ വാഫഖത്ത് ആമീനുൽ മലായിക, മലായികത്തുകളെ ആമീനും നിങ്ങളെ ആമീനും യോജിച്ചു വന്നാൽ വജബൽ ഇജാബോ, ആ ദുആക്ക് ഉത്തരം, ആമീൻ ഉത്തരം ഉറപ്പാണ്. അതുകൊണ്ട് നിങ്ങൾ നല്ലോണം ആമീൻ ചൊല്ലണോ, ആ ആമീന് നല്ല മനസ്സറിഞ്ഞിട്ട് ചൊല്ലണോ. മാത്രല്ല, മഹാന്മാർ പറഞ്ഞെന്തറിയോ? ആമീൻ എന്നുള്ള 4 അക്ഷരം. എത്ര അക്ഷരം ഉണ്ടയില്? ഏതല്ല അക്ഷരം? ചില മനുഷ്യന്മാർക്ക് ആമീൻ ചെല്ലാനേ അറിഞ്ഞില്ല. എന്റെ തന്നെ ഉള്ള ഒരാള്, ഇപ്പല്ല കുറച്ച് മുന്നേ, അയാൾ വെച്ചു ചെന്ന് ആടെ കൂടിയവരെ കാട്ടും ഭയങ്കര സൗണ്ട് ഇയാൾ ഒറ്റക്ക്. അങ്ങനെ അവസാനം നോക്കുമ്പോൾ ഇയാൾ ചെല്ലാൻ തെറിഞ്ഞ നല്ല ഖലാസിൽ തന്നെ, നല്ല മനസ്സിൽ തന്നെ, പക്ഷെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ആമീൻ ഇയാളെ ബായി മറ്റേ ഗമ്മട്ട പോലെ പറ്റും. ആമീൻ ഞമ്മളിടയിലുണ്ട് കുറച്ചാള്. ഞാൻ ഇപ്പൊ നിങ്ങൾ എന്തോ അറിയാത്തോറി എന്ന അർത്ഥത്തിൽ പറയുന്നതല്ല, ഞാൻ അങ്ങനെ ഒരു ബേജാറ് വേണ്ട, നിങ്ങൾ ആക്ഷേപിക്കുന്നതല്ല. ഒരക്ഷരം തെറ്റിയ അർത്ഥം ഏടെ പോയി, എന്തല്ലായി? അവിടെ യാക്ക് സദ്ദുണ്ട്, ഒരു ചെറിയ മദ്ദുണ്ട്, ഇല്ലേ? ഫാത്തിയാല് ഇല്ലേ? നിങ്ങളോണം തലല്ലാട്ടിയാവല്ലേ? നോമ്പ് എല്ലാവർക്കും ഉണ്ട്. അള്ളാഹു ഞങ്ങളെ നോമ്പ് കബൂലാക്കട്ടെ. പിന്നൊന്നു, നിനക്ക് എന്റെ കാട്ടിയേറെ ക്ഷീണമുണ്ട്, നിനക്ക് പറയും. എന്തേ? പണിയെടുക്കുന്നവന് വെച്ചാല, പണിയെടുക്കാത്തവർക്കേ വെച്ചത്ര. പണിയെടുക്കുന്നവന് വെച്ചല്ല, മുണ്ടാണ്ടിരിക്കുന്നവർക്കേ വെച്ചല. യാറ് ഒരു ചടുപ്പ്, ഒരു ക്ഷീണം, ഒരു ഇതല്ല, ഒരു യാറ്. പ്രത്യേകിച്ചും നോമ്പായ സ്ഥിതിക്ക് പ്രത്യേകിച്ചും. അള്ളാഹു ഞങ്ങളെ മജ്ലിസ് കബൂലാക്കട്ടെ. ഈ സമയായി
ഫൈസ പറഞ്ഞു ഒരു 12 കാലോളം മണി 11 കാലായി. ഞാനാണെങ്കിൽ ഞാൻ കൊണ്ടുവന്ന കുറിപ്പാത്തുകളൊന്നും എടുത്തിട്ടേ ഇല്ല. ഞാൻ അതിന്റെ ആമുഖമായിട്ടാണ് ഈ വിഷയം എല്ലാം പറഞ്ഞുകൊണ്ടുള്ളത്. സമയം ഭയങ്കര സ്പീഡല്ലേ, പണ്ടത്തെ പോലൊന്നും അല്ല. പണ്ട് ഒരു കൊല്ലാവാൻ 12 മാസം വേണ്ടി വന്നു, ഇനിയിപ്പോ 12 മാസം ഇല്ലേ 12 മാസമുണ്ട്, പക്ഷെ ഭയങ്കര സ്പീഡ്. മുസ്തഫായ നബി തങ്ങൾ എണ്ണിപ്പറഞ്ഞ 4-5 അടയാളങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളമാണ് സമയം ഭയങ്കര സ്പീഡിൽ പോവല്, കള്ളുകുടി അധികരിക്കല്, കൊലപാതകം അധികരിക്കല്, വ്യഭിചാരം അധികരിക്കല്. അതിലാദ്യമായിട്ട് മുസ്തഫായ നബി തങ്ങൾ എണ്ണിപ്പറഞ്ഞ 1ാമത്തെ അടയാളം സമയം ഭയങ്കര സ്പീഡിൽ പോവും, സമയം ഭയങ്കര സ്പീഡിൽ പോവും. എങ്ങടെ മോന്തിയായി എങ്ങനെ സുബയായി എന്ന് പറയാൻ കഴിയല. മോന്തിയാന്ന് സുബയാന്ന്, മോന്തിയാന്ന് സുബയാന്ന് നോക്കുമ്പോ 10 ഇന്ന് മോന്തിയാകുമ്പോ ഇന്ന് മാരിമാകുമ്പോ അല്ലേ 10 തീർന്നില്ലേ? ഇല്ലേ? നിങ്ങൾ എണ്ണീറ്റില്ലേ? റഹ്മത്തിന്റെ 10 തീർന്ന് എനിക്ക് കിട്ടിയ ഒരു 20 അല്ലെങ്കിൽ 19. അള്ളാഹു നല്ല ആയുസ്സും നല്ല ആരോഗ്യവും വേണ്ടതുപോലെ ഉൾക്കൊള്ളാനും അമല് ചെയ്യാനുള്ള വല്ല തൗഫീഖും അള്ളാഹു ഞങ്ങൾക്ക് ഏറ്റി തരട്ടെ. ഭയങ്കര സ്പീഡിലാണ് സമയം പോകുന്നുള്ള സമയത്തിന്റെ ബർക്കത്ത് അള്ളാഹു എടുത്തു കളഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത് ഈ ആമീൻ ചെല്ലന്റെ ഇടയില് നമുക്ക് ചെറിയ മിസ്റ്റേക്ക് വരുന്നുണ്ട്. ഇയ്യാക്കനബുദു നിങ്ങൾ നോക്കി, ചെറിയ ഒരു ശ്രദ്ധ അപ്രായ മതി, ഒരു അക്ഷരം വേണ്ട. ഇയ്യാക്കനബുദു അവിടെ ശ്രദ്ധ കളഞ്ഞിട്ടൊന്ന് ലൈറ്റ് ആക്കിയിട്ട് ചെല്ലിയാല ഇയ്യാക്കനബുദു ഇല്ലേ ആണ് ചെല്ലുമ്പോ അർത്ഥം എന്തായി? ശ്രദ്ധ കൊടുത്തിട്ട് ഇയ്യാക നഅ്ബുദു, പടച്ചോനെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നുവല്ലോ, വ ഇയ്യാക നസ്തഈൻ, നിന്നോട് ഞങ്ങൾ സഹായം തേടുന്നുവല്ലോ എന്നുള്ള വലിയ വിശാലമായ അർത്ഥം അവിടെങ്ങാനും അതാ ശ്രദ്ധ കളയുമ്പോ ഇയ്യാക നഅ്ബുദു ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട്, ഒന്ന് ലൈറ്റ് ആക്കിയിട്ട്, ഒന്ന് മെത്തനയാക്കിയിട്ട് പറയുമ്പോ അതിന്റെ അർത്ഥം എന്താ അറിഞ്ഞ, സൂര്യനെ ഞങ്ങൾ ആരാധിക്കുന്നു. ഏടുന്ന് ഇടക്കെത്തി നല്ലോണം ശ്രദ്ധിക്കണ്ട, അക്ഷരങ്ങൾ ശ്രദ്ധിക്കണ്ട. അതിനാ പറയുന്ന പരിശുദ്ധമായ ഖുർആൻ കാണാതറിയുന്നെങ്കിലും നോക്കിയിട്ട് ഓതലാണ് ഡബിൾ കൂലി. പരിശുദ്ധ റസൂലുള്ളാഹ് ഡബിൾ ബിരുദല്ല, ബിരുദാനന്തരം ബിരുദമുള്ള ഉസ്താദ് എങ്ങും മോശമില്ല. ഖുർആന് നോക്കിയിട്ട് ഓതുന്നതിനാണ് നല്ല കൂലി. കാണാതെ അറിയുന്നെങ്കിലും നോക്കിയിട്ട് ഓതുന്നതിനാണ് ഏറെ കൂലി. എന്തേ? ഒന്നും കൂടി ജാഗ്രത നല്ലേ, തെറ്റുന്നതിനത് നല്ലേ, അക്ഷരാപ്രിപ്പറാകുന്നതിനത് നല്ലേ. അപ്പൊ ആമീൻ ആമീൻ നോക്കൂ നിങ്ങൾ, അലിഫ് മീം യാ നൂന്. ഞങ്ങൾ ആമീം ചില ആൾക്കാർ അങ്ങനെ പറയലുണ്ട്, മനഃപൂർവ്വമല്ലായിരിക്കും. ആമീം ബായി കൂട്ടുമ്പോ അവസാനം മീമാക്കിയിട്ട് എമ്മാക്കിയിട്ട് ചെല്ലുമ്പോ നമ്മളെ ബായി കൂടുന്നു. ആ കൂടുമ്പോ അക്ഷരന്നെ മാറി, അർത്ഥന്നെ മാറി, ബായി കൂടിയ എല്ലാം മാറി. ആമീം മീമാകുമ്പോ എല്ലാം പോയി. അതേ സമയത്ത് അവിടെ ബായി കൂടാൻ കഴിയാ, ചുണ്ടുകൾ കൂടാൻ പാടില്ല. അവസാനമുള്ള അക്ഷരം മീമല്ല, എമ്മല്ല, നൂനാണ്, എന്നാണ്. ആമീൻ ബായി കൂടിയ ഇല്ല. എന്താ അതിന്റെ അർത്ഥം? സംഗതി 4 അക്ഷരമാണെങ്കിലും മഹാന്മാർ പറഞ്ഞെന്തറിയോ, അത് 4 വേദഗ്രന്ഥങ്ങളിൽ നിന്ന്, മൂസാ നബി അലൈഹിസ്സലാമിന് ഇറക്കപ്പെട്ട തൗറാത്തിൽ നിന്ന്, ഈസാ നബി അലൈഹിസ്സലാമിന് ഇറക്കപ്പെട്ട ഇഞ്ചീലിൽ നിന്ന്, ദാവൂദ് നബി അലൈഹിസ്സലാമിന് ഇറക്കപ്പെട്ട സബൂറിൽ നിന്ന്, ഹബീബരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറക്കപ്പെട്ട പരിശുദ്ധമായ ഖുർആനിൽ നിന്ന്, ഈ 4 വേദപുരാണങ്ങളിൽ നിന്ന്, വേദഗ്രന്ഥങ്ങളിൽ നിന്ന് എടുക്കപ്പെട്ട 4 വാക്കുകളാണ്, 4 അക്ഷരമാണ്. ആമീൻ. ആ 4 അക്ഷരം ഈ 4 വേദഗ്രന്ഥങ്ങളിൽ നിന്ന് എടുക്കപ്പെട്ടതാണ്. എന്തറിയുമോ ഇതിന്റെ അർത്ഥം? അക്ഷരം 4 ആണെങ്കിലും ഐ ഇസ്തജിബ് യാ അല്ലാഹ്, പടച്ചോനെ നീ ഉത്തരം ചെയ്യല്ല. ആ അർത്ഥം കിട്ടണമെങ്കിൽ അവസാനം നൂനെന്നാണോ, അവസാനം ഇംഗ്ലീഷിൽ പറഞ്ഞെങ്കിൽ എന്നാണോ, ഒന്നും കൂടി പച്ചക്ക് പറഞ്ഞെങ്കിൽ അവസാനത്തെ അക്ഷരം പറയുമ്പോ ബായി കൂടാൻ കയ്യ. ആമീം ആമിയല്ല കോമി.
ചില ആൾക്കാർ അങ്ങനെ ബേജാറെന്നതല്ല, ചില മനുഷ്യന്മാർ തറാവിക്കുന്നിട്ട് ഭയങ്കര ജോറിൽ ഫുള്ളോന്റെ നിസ്കാരം പിടക്കാക്കോനി